കലോത്സവങ്ങളിൽ എന്നും നമ്മൾ മാപ്പിളപ്പാട്ടുകൾ ചർച്ച ചെയ്യാറുണ്ട്. മാപ്പിളപ്പാട്ടുകളോ സമൂഹത്തിലെ വിവിധ കാലഘട്ടങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അതിൻ്റെ കഥകളും അതിൻ്റെ പ്രാധാന്യവുമൊക്കെ പൊതുസമൂഹത്തോട് ഉത്ബോധിപ്പിക്കാറുണ്ട്, ആനന്ദത്തിലേക്ക് കൊണ്ടുപോകാറുണ്ട്. കലോത്സവത്തിൽ മാപ്പിളപ്പാട്ട് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും എല്ലാം കഴിഞ്ഞു. മികച്ച അവതരണങ്ങൾ തന്നെ നടന്നു എന്ന പൊതുവെ ഉള്ള വിലയിരുത്തലുകൾ. അങ്ങനെയൊക്കെയാണെങ്കിൽ പോലും കല അത് ഏത് രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളണം, അല്ലെങ്കിൽ കല എങ്ങനെയായിരിക്കണം, പ്രത്യേകിച്ച് മത്സരവേദികളിലേക്ക് കടക്കുമ്പോൾ എന്നാണ്. എല്ലാ തവണയും നമ്മുടെ കൂടെ ഇതിൻ്റെ നിരൂപണം നടത്തിക്കൊണ്ട് മാപ്പിളപ്പാട്ട് ഗവേഷകനായിട്ടുള്ള ഫൈസൽ എളേറ്റിൽ ഉണ്ടാവാറുണ്ട്. ഇത്തവണയും നമ്മുടെ കൂടെ തന്നെ സുപ്രഭാതം പവലിയനിൽ അദ്ദേഹമുണ്ട്. മാപ്പിളപ്പാട്ടുകളുടെ ഒരു മത്സരം കഴിയുമ്പോൾ, മാപ്പിളപ്പാട്ട് മാത്രമല്ല എല്ലാ കലാരൂപങ്ങളുടെയും ഒരു പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ കാലത്ത് ഇന്ന് എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞത് 15 ലക്ഷം രൂപ ആ സ്കൂൾ ഈ സംസ്ഥാന തലം വരെ എത്തുമ്പം ഞങ്ങൾക്ക് ചിലവഴിക്കേണ്ടി വന്നു, അതൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കല എന്ന് പറയുന്നത് സാമ്പത്തിക മൂല്യമുള്ളൊരു കലയുടെ ഒരു പോരാട്ടം കൂടിയായിട്ട് മാറുന്നൊരു കാലമാണ്. എങ്ങനെയാണ് ഈ ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് കലകൾ എത്തുന്നത്? അത് ഈ സാമ്പത്തികമായ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊരു ഹൈലി പ്രൊഫഷണലായി എന്നുള്ളതാണ് ഒരു പ്രശ്നം. അത് ഈ കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണല്ലോ, അത് ഇതിനെയും ബാധിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റിങ്ങിനൊക്കെ നമ്മളെല്ലാം ആശ്രയിക്കുന്നത് പോലെ ഇതിന് ഒരു ഗുരുക്കന്മാർ, അതേപോലെ എഴുത്തുകാർ, പരിശീലകർ, അങ്ങനെയുള്ള ഒരു ടീമായിട്ട് തന്നെ അവർ നല്ലൊരു നെറ്റ്വർക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായി നല്ല പാടാൻ കഴിവുള്ള ആളുകളുടെ സ്കൂളുകളിലൊക്കെ അവരെത്തും. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സമ്മാനവും ഗ്രേസ് മാർക്കും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അവരെ ആശ്രയിക്കും. പിന്നെ പണ്ടത്തെ പോലെയല്ല, സ്കൂളുകളൊക്കെ ഓരോ ഇനത്തിനും ലക്ഷക്കണക്കിന് ഉറുപ്പിക ചിലവഴിക്കുന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നിലവാരമുള്ള രീതിയിൽ മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളത് ശരിയാണ്. നല്ല നിലവാരമുള്ള രീതിയിൽ മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ളതൊരു സത്യം തന്നെയാണ്. മാപ്പിളപ്പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു കാര്യം, മാപ്പിളപ്പാട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഈണവും താളവും അതിൻ്റെ ഭാവവും അതിൻ്റെ ഇമ്പവും ഒക്കെ ഇപ്പോഴും സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിലെ മത്സരവേദികളുടെ എക്കാലത്തും ശ്രദ്ധിക്കപ്പെട്ടതാണ്. റിയാലിറ്റി ഷോ ഒന്നും ഇല്ലാത്ത കാലത്ത് ആളുകൾക്ക് ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു മാർഗം, ഒരു മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളാണ് സമ്മാനം നേടുന്നത്. ഇപ്പോൾ യേശുദാസ് ലളിതഗാനത്തിൽ 1ാം സ്ഥാനം നേടിയതുപോലെ, പിന്നെ ചിത്രേച്ചി നേടിയതുപോലെ മാപ്പിളപ്പാട്ട് രംഗത്തുള്ള പ്രഗത്ഭരായ കലാകാരന്മാർ അവരൊക്കെ ഇങ്ങനെ വളർന്നു വന്നവരാണ്. ഇപ്പോൾ രഹന പോലെയുള്ള ആളുകളും അങ്ങനെയുള്ള ഒരുപാട് MA ഗഫൂറിനെ പോലെ ആളുകളൊക്കെ സ്കൂൾ തല മത്സരങ്ങളോട് തന്നെ കോളേജ് തല മത്സരങ്ങൾ വന്ന ആളുകൾ തന്നെ. പക്ഷേ അക്കാലത്തും ഇക്കാലത്തുള്ളൊരു വ്യത്യാസം, പാരമ്പര്യ ശൈലിയിലുള്ള പാട്ടുകളൊക്കെ അക്കാലത്ത് തേടിപ്പിടിച്ച് ചിട്ടപ്പെടുത്തി പാടുമായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി കുറച്ചുകൂടി ഹൈലി പ്രൊഫഷണലാണ്. പുതിയ പാരമ്പര്യ ശൈലിയിലുള്ള പാട്ടുകൾ പുതിയ ആളുകൾ എഴുതുന്നു, അതിന് ചിട്ടപ്പെടുത്തുന്നു. അത് ഗംഭീരമായി ഇപ്പോൾ സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ വലിയ ഉള്ള ഒരാൾക്ക് ഇതൊക്കെ പഠിക്കാൻ കഴിയുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവായ കാര്യം തന്നെയാണ്. പക്ഷേ വളരെ പാവപ്പെട്ട ആളുകൾക്ക് ഇതൊരു സാഹസമാണ്. പക്ഷേ സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്ന ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇതിന് വലിയ സഹായം ചെയ്യുന്നുണ്ട്. പാട്ടുകളൊക്കെ പാടാനും പരിശീലിക്കാനുമുള്ള ഒരു സൗകര്യം സോഷ്യൽ മീഡിയക്കുണ്ട് എന്നുള്ളതാണ്. അത് വെച്ചൊക്കെ കഴിഞ്ഞ വർഷത്തെ എനിക്കൊരു അനുഭവമുണ്ട്. സംസ്ഥാന സ്കൂൾ ജനോത്സവത്തിൽ A ഗ്രേഡ് കിട്ടിയ ഒരു കുട്ടിയെ ഞാൻ കണ്ടു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ആരാണ് പാട്ട് പഠിപ്പിച്ചത്? എനിക്ക് എൻ്റെ പാട്ട് എഴുതിയ ആളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അന്ന് ബദറുദ്ദീൻ പറഞ്ഞവരാണ് ഇവരുടെ പാട്ട് എഴുതിയത്. ഞാനിങ്ങനെ യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ തന്നെ, എന്നിട്ട് ജില്ലയിൽ സമ്മാനം കിട്ടി ഇവിടെ വന്നു, ഗുരുക്കന്മാരില്ലാതെ. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് നല്ല പാടുന്നത്. അതൊക്കെ ഒരു പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ മാപ്പിളപ്പാട്ടിൻ്റെ എനിക്കുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ കുറച്ച് വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഈണവും താളവും ഒക്കെ, പിന്നെ അതിൻ്റെ ഒരു സംസ്കാരവും രചനാശൈലിയൊക്കെ പാരമ്പര്യ ശൈലി എഴുതുന്നെങ്കിലും കുറച്ചുകൂടി അത് സ്വീകാര്യത തോന്നുന്ന രൂപത്തിലാവണം. ഈ പാട്ടുകളൊക്കെ മത്സരവേദികളിൽ മാത്രം ഒതുങ്ങിപ്പോവുകയാണ്. ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ രചനകളൊക്കെ മത്സരവേദികളിലും ഉണ്ടായിരുന്നു, ജനപ്രിയ പാട്ടുകാരും പാടാറുണ്ടായിരുന്നു. ഇപ്പോൾ പീർ മുഹമ്മദൊക്കെ ഒയ്യേനിക്കൊണ്ട് പാടി, ബദറുൽ ഹുദ യാസീൻ നബി MA അസീസ് പാടി, അല്ലെങ്കിൽ റംലാ ബീഗം പൂമകളാണ് പാടി. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷേ ഈ മത്സരവേദിയുള്ള പാട്ടുകളൊന്നും ആരും പിന്നെ എടുത്ത് പാടാറില്ല. അത് ഈ മേഖലയിൽ ശ്രദ്ധിച്ചാൽ അത് മത്സരവേദി തന്നെ ഒതുങ്ങി അവിടെ തന്നെ മരിച്ചു പോവുകയാണ്. ഈ അതിൽ പ്രധാനം ഇപ്പോൾ നമ്മൾ ഈ സുപ്രഭാതത്തിൻ്റെ ഈ ഒരു കലോത്സവത്തിൻ്റെ ഒരു ക്യാപ്ഷൻ ജെൻസി പൂരം എന്നാണ്. ഈ ജെൻസി തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തെ അഡ്രസ്സ് ചെയ്യുന്ന പിള്ളേർ ഈ ഒരു മേഖലയിലേക്ക് കൂടുതലായിട്ട് ഇതിൽ റിസർച്ച് ചെയ്ത് വരുന്നുണ്ടോ? ഒരു പാട്ടിന് വേണ്ടി അല്ലെങ്കിൽ മത്സരത്തിന് വേണ്ടി അവർ പാടുന്നു, അവരെന്ത് പാടുന്നു എന്നത് സംബന്ധിച്ച് അവർക്ക് ധാരണയുണ്ടോ? അത് പറയാൻ പറ്റില്ല. കാരണം മത്സരാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 5 മിനിറ്റ് നേരത്തേക്ക് ഒരു ക്യാപ്സ്യൂളായിട്ടൊരു പാട്ട് കിട്ടുക,
അത് ഭംഗിയെ അവതരിപ്പിക്കുക, അതിനപ്പുറം അവരതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അതിൻ്റെ ഭാഷയെക്കുറിച്ചോ അതിൻ്റെ ആശയത്തെക്കുറിച്ചൊന്നും അവർക്ക് അഭിപ്രായം ഉള്ളവരുണ്ടാവാം, കൂടുതലും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതേസമയത്ത് പഠനം എന്ന് പറയുന്നത് വേറൊരു മേഖലയാണ്. അത് അക്കാഡമിക് തലത്തിൽ റിസർച്ച് സ്കോളേഴ്സൊക്കെ അത് നടത്തുന്നുണ്ട്, നല്ല കുട്ടികൾ നടത്തുന്നുണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പെർഫോമിംഗ് ആർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവരത് അവതരിപ്പിക്കുക, സമ്മാനം കിട്ടാനപ്പുറം ലക്ഷ്യത്തിലേക്ക് അവരെ ഈ പരിശീലകരോ അവരുടെ രക്ഷിതാക്കളോ നയിക്കുന്നില്ല. അതിന് നമ്മളവരെ കുറ്റപ്പെടുത്തേണ്ടതില്ല. ഈ പാട്ടുകളുടെയൊക്കെ ഒരു മൂല്യം തകരുന്നതിൽ പ്രധാനമായിട്ടും മറ്റൊരു കാര്യം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടല്ലോ. കാരണം റിസർച്ച് ഇല്ലാത്ത ആളുകൾ ആളുകൾ പെട്ടെന്ന് ആവേശം കൊള്ളിക്കാൻ പുതിയ രീതികളും പുതിയ ഭാഷാ പ്രയോഗങ്ങളും കൊണ്ടുവരിക. അപ്പോൾ ആ നിലക്ക് നോക്കുമ്പം അത് കേൾക്കുമ്പം പെട്ടെന്നൊക്കെ ഒരു സുഖം ഉണ്ടാവും. ഇപ്പോൾ ഒരു ലജ്ജാവതി പാട്ട് വന്നത് അതങ്ങനെ അങ്ങ് അസ്തമിച്ചു പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ താളം കൊണ്ടുവന്ന കുറേ പാട്ടുകളുണ്ട്. അത് പിന്നീട് അത് കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഇത്തരം മത്സരവേദികളിലേക്ക് അത്തരം എഴുത്തുകാരുടെ പാട്ടുകൾ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ കുട്ടികൾ? അങ്ങനെയില്ല, അത്ര എഴുത്തുകാരുടെ പാട്ട് സ്വാധീനിക്കുന്നില്ല. അതൊരു ആൽബം പറ്റി വേറെ മേഖലയാണ്. ഇതല്ല, ഞാൻ ട്രഡീഷണലിൽ തന്നെ പുതിയ രീതിയിൽ എഴുതുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട്. അതിൽ കുറച്ചുകൂടി ഈണത്തോടും ഇതിൻ്റെ ഇമ്പത്തോടും ഇതിൻ്റെ രചനാരീതിയോടും നീതി പുലർത്തിക്കൊണ്ടായാൽ നല്ലത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ ചെയ്യുന്ന പണി തന്നെ കുറച്ചുകൂടി ലളിതവൽക്കരിക്കുക, കുറച്ചുകൂടി ആളുകളുടെ ഇടയിലേക്ക് പാട്ട് ജനകീയമാകുന്ന തരത്തിൽ. ഇപ്പോൾ മോയിൻകുട്ടിയുടെ പാട്ടൊക്കെ പാടി പറയാൻ ഇവിടെ ആളുണ്ടായിരുന്നു, ഇവരൊന്നും പാടി പറഞ്ഞ ആളില്ല. ആ കുറവ് കൂടി പരിഹരിച്ചുകൊണ്ട് ലളിതമായ അരമലയാള ഭാഷയിൽ പാരമ്പര്യ രീതിക്കോട്ടെ കുറച്ചുകൂടി ലളിതമായ രീതിയിൽ എഴുതി മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഈണത്തിലൂടെ ആയാൽ ആ പാട്ടുകൾ എക്കാലവും നിലനിൽക്കും എൻ്റെ അഭിപ്രായം. ഏതായാലും ഒത്തിരി സമയം നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ളത് ഫൈസൽ എലൈറ്റിലാണ്. അപ്പോൾ ഇനി അടുത്ത വർഷത്തെ വീണ്ടും ഇതേപോലെ ഒരു പവലിയനിൽ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു.